ഹലോ ഗായ്സ്, രാവിലെ എണീറ്റപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നുള്ളൂ. അത് 4 പീസാക്കിയിട്ട് അതുകൊണ്ട് പൂരി ഉണ്ടാക്കി, 2 മുട്ടയും പുഴുങ്ങി, പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞപ്പോഴത്തേനും പീക്കു എണീറ്റ്. പിന്നെ അവളെയും കൊണ്ട് തന്നെ ബാക്കി പണികളൊക്കെ തീർത്ത് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പീക്കുവിനെ കുളിപ്പിച്ചിട്ട് വൈറ്റമിൻ D3 കൊടുത്തത്. പിന്നെ 1 വയസ്സ് വരെ കൊടുക്കണമല്ലോ. മരുന്ന് കുടിക്കുമ്പോൾ അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവൾ കുടിച്ചോളും. ഇടയ്ക്കൊന്ന് ഇച്ചിരി പുറത്തോട്ട് തുപ്പിക്കളഞ്ഞാലേ ഉള്ളൂ. ബാക്കി പ്രശ്നമൊന്നുമില്ല, കരച്ചിലൊന്നുമില്ല, അങ്ങനെ കുടിക്കുകയുള്ളൂ. അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അവൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങും. ചിലപ്പോൾ 2 മണിക്കൂറിൻ്റെ അടുത്ത് ഉറങ്ങും, അല്ലെങ്കിൽ പെട്ടെന്ന് അരമണിക്കൂർ വെച്ച് എണീക്കും. ആ സമയത്ത് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കുന്നത്. രാത്രി ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ ജ്യൂസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ്. സഞ്ജു വന്നു കഴിഞ്ഞാൽ അവനെ എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് അവളങ്ങനെ പോകത്തില്ല. അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തണ്ണിമത്തനുണ്ടായിരുന്നു, അതിലോട്ട് പാലും പഞ്ചസാരയും കസ്കസും ഇട്ടിട്ട് അത് കുഞ്ഞിതാക്കി കട്ട് ചെയ്തിട്ട് അത് ജ്യൂസാക്കി. ജ്യൂസല്ല, അങ്ങനെ ഒരു സംഭവം നല്ല ടേസ്റ്റായിട്ട്. ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വിശന്നപ്പോൾ 2 ബർഗർ ഓർഡർ ചെയ്തു. ഒരു ബർഗറായിരുന്നു, അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ഒന്നും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഓർഡർ ചെയ്യാണ്ട് ഫ്രീ ആയിട്ട് ഒരു വെജ് റോളും ജ്യൂസും ഉണ്ടായിരുന്നു. അത് അവളെ കൊണ്ട് തന്നെ കഴിച്ചത്. അവളിപ്പോൾ കഴിക്കുമ്പോൾ വായിലോട്ട് നോക്കി നുണയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 6 മാസം ആവാനായില്ലേ, ഫുഡ് കൊടുക്കാനൊക്കെ ആവാനായി. 1 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അവളെയും കൊണ്ട് അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിശപ്പില്ലായിരുന്നു രാത്രി. അപ്പോൾ ഡിന്നർ കഴിച്ചില്ല, പിന്നെ ആ ജ്യൂസാണ് കുടിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.